ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഭഗവത്പാദങ്ങളിൽ ഭട്ടപാദർ നടത്തിയ അക്ഷരപൂജ പോലെ നാം നടത്തുന്ന നാരായണീയ മധുരം എന്ന ഈ അക്ഷരോപാസന ഇന്ന് 239 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് നാരായണീയം 23 ദശകത്തിൽ 7 ശ്ലോകത്തെ ഇന്ന് നാം വിചാരം ചെയ്യുന്നു. പതിവ് പോലെ ആദ്യം ശ്ലോകവും പിന്നീട് അതിൻ്റെ അന്വയ അർത്ഥ വ്യാഖ്യാനാദികളും പിന്നീട് ഒരിക്കൽ കൂടി മനനം എന്നുള്ള രീതിയിൽ ശ്ലോകം ചൊല്ലി തുടർന്ന് ഭാഷാഗാനമായിരിക്കുന്ന ശ്രീഹരിയം പാടി നമുക്ക് ഭഗവത് പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കാം. തസ്മൈ മൃണാളധവളേന സഹസ്രശീഷ്ണ രൂപേണ ബദ്ധനുതി സിദ്ധഗണാവൃതേന പ്രാദുർഭവന്നചിരതോനുതിഭിഃ പ്രസന്നോ ദത്വാത്മതത്വമനുഗൃഹ്യ തിരോദധാധ. മൃണാളധവളേന സഹസ്രശീഷ്ണ ബദ്ധനുതി സിദ്ധഗണാവൃതേന രൂപേണ അചിരത പ്രാദുർഭവൻ നുതിഭിഃ പ്രസന്ന ആത്മതത്വം ദത്വാ അനുഗൃഹ്യ തിരോദധാധ. മൃണാളധവളേന സഹസ്രശീഷ്ണ താമരവളയം പോലെ വെളുത്തതും
അതേപോലെ തന്നെ സഹസ്രശീഷ്ണ 1000 ശിരസ്സുകളോടുകൂടിയതും ബദ്ധനുതി സിദ്ധഗണാവൃതേന രൂപേണ ചുറ്റും നിന്ന് സിദ്ധന്മാർ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന സ്വരൂപത്തിൽ അചിരതാ പ്രാദുർഭവൻ, ആ സ്വരൂപത്തിൽ കാലതാമസം കൂടാതെ 7 ദിവസം സ്തുതിച്ചപ്പോ സപ്തരാത്രേ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ട് നുതിഭി പ്രസന്ന, ആ സ്തുതികളാൽ സന്തുഷ്ടനായി ആത്മതത്വം ദത്വ, ആത്മാവിൻ്റെ യഥാർത്ഥമായ തത്വത്തെ ചിത്രകേതുവിന് ഉപദേശിച്ചിട്ട് അനുഗ്രഹിച്ചിട്ട് അവിടുന്ന് തിരോദധാധ, അവിടുന്ന് അന്തർധാനം ചെയ്തു, അവിടുന്ന് മറഞ്ഞു. ആദിശേഷന്റെ സാക്ഷാൽ സംഘർഷമൂർത്തിയുടെ നിറം വെളുപ്പാണെന്നും സിതമണിവർണ്ണനാണെന്നും 1000 ഭണങ്ങളുണ്ട് എന്നും പ്രസിദ്ധം അല്ലേ. ആ രൂപത്തിലാണ് സർപ്പരൂപത്തിൽ കന്ദർപ്പ സൗന്ദര്യത്തോടുകൂടി ചിത്രകേതുവിൻ്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. സിദ്ധന്മാർ സ്തുതിക്കുന്നുണ്ട്. ഭഗവാനെ പ്രത്യക്ഷമായി കണ്ടപ്പോൾ സാക്ഷാൽ ചിത്രകേതുവും ഗംഭീരായിട്ട് സ്തുതിച്ചു. അജിത സമമതിഭി, 15 ശ്ലോകങ്ങളുള്ള വളരെ വിചിത്രമായൊരു വൃത്തത്തിൽ സ്തുതിച്ചു. അത് കേട്ടപ്പോൾ സംഘർഷമൂർത്തി തീർച്ചയാക്കി, എങ്കിൽ ഇദ്ദേഹത്തെ വിദ്യാധരാധിപതിയാക്കാം, കാരണം പാട്ട് പാടാൻ നല്ല കഴിവുണ്ട്. ആത്മതത്വോപദേശം ചെയ്തു, അവിടുന്ന് അന്തർധാനം ചെയ്യുകയും ചെയ്തു. ശ്രീമദ് ഭാഗവതം 6ഠ സ്കന്ധത്തിൽ 16-ാമത്തെ അധ്യായം, അതിൻ്റെ സംഗ്രഹമാണ് നമ്മൾ ഇന്നലെയും ഇന്നുമായി ചൊല്ലി സമർപ്പിച്ച 6ഉം 7ഉം ശ്ലോകങ്ങൾ. ചിത്രകേതുവിൻ്റെ സ്തുതി അതൊക്കെ അതിലാണ്. സഹസ്രശീഷ്ണ എന്ന പ്രയോഗം വൈദികമാണ് അല്ലേ. സഹസ്രശിരസ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്, സഹസ്രശിരസ സഹസ്രശീർഷേ എന്ന് വേണ്ടതാണ്. പക്ഷേ ഇവിടെ ആ വൈദികമായിട്ടുള്ള ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സഹസ്രശീഷ്ണ എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. ആ ശ്ലോകം നമുക്കൊരിക്കൽ കൂടി ചൊല്ലാം. അതിനുശേഷം ഭാഷാഗാനമായ ശ്രീഹരിയം പാടി സമർപ്പിക്കാം. തസ്മൈ മൃണാളധവളേന സഹസ്രശീർഷ്ണ രൂപേണ ബദ്ധനുതി സിദ്ധഗണാവൃതേന പ്രാദുർഭവന്നചിരതോനുതിഭി പ്രസന്നോ ദത്വാത്മതത്വമനുഗൃഹ്യ തിരോദധാധ. നാരായണ 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 രാധാ ഗോവിന്ദ. താമരവളയ സമം വെളുത്തോരാദിശേഷൻ 1000 ശിരസ്സുമായി പ്രത്യക്ഷപ്പെട്ടു. ആത്മാവിൻ്റെ യഥാർത്ഥമാം രൂപം ഉപദേശിച്ചിട്ടു അനുഗ്രഹം നൽകി ദേവൻ മറഞ്ഞു പോയി. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ നാരായണ രാധാ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയേർവാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം. ഹരിഭക്തിരസ്തു 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 സർവത്ര
നാരായണ നാമസങ്കീർത്തനം നാരായണ നാരായണ നാരായണ.